ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനാ ഭാഗത്തെ സുപ്രധാനമായ ചില ഭാഗങ്ങളാണ് നാം ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന നമുക്ക് പരിചയപ്പെടാം. അതിങ്ങനെ നമുക്ക് വായിക്കാം: അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്അലി ഫി ദാരി വബാരിക് ലി ഫി റിസ്ഖി. അല്ലാഹുവേ, ഗുഫിർലി എനിക്ക് നീ പുറത്തു തരണമേ, ദംബി എൻ്റെ പാപങ്ങൾ, വവസ്അലി ഫി ദാരി എൻ്റെ വീട്ടിൽ നീ എനിക്ക് വിശാലത നൽകണമേ, വബാരിക് ലി ഫി റിസ്ഖി എൻ്റെ ഉപജീവനത്തിൽ നീ ബർക്കത്ത് നൽകണമേ എന്നാണ്. 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്. അതിലൊന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വികാരത്തിനും വിചാരത്തിനും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിനു വേണ്ടി വല്ലാത്ത സമയം കണ്ടെത്തിയിരുന്നു. വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 100 തവണ പശ്ചാത്തപിക്കാറുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിരവധി തെറ്റുകൾ ചെയ്യുന്ന ഞാനും നിങ്ങളുമൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും അത് മതിയാവുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രാർത്ഥന നാമും മനഃപ്പാടമാക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്അലി ഫി ദാരി, എൻ്റെ വീട്ടിൽ നീ വിശാല നൽകണേന്ന ഒരുപാട് ആശയ തലത്തേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണത്. വീട്ടിലെ വിശാലത എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് വീടിൻ്റെ വലുപ്പമല്ല, എൻ്റെ വീട്ടിൽ ഉപജീവനത്തിലുള്ള വിശാലത, വീട്ടിൽ മൊത്തത്തിലൊരു സമാധാനാന്തരീക്ഷം, എല്ലാ അർത്ഥത്തിലും ഒരു ഹൃദയവിശാലതയുള്ള, സംതൃപ്തിയുള്ള, സമാധാനമുള്ള ഒരു ഗൃഹാന്തരീക്ഷം എനിക്കുണ്ടാകണമേ എന്നുള്ളതാണ്. അത് ഒരു മനസ്സിന് സമാധാനമാണ്. സാമ്പത്തികമായിട്ട് എത്രയോ ഉയർന്ന നിലവാരമുള്ളവനായിരിക്കണം, ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഭവനമായിരിക്കണം എന്നൊന്നുമല്ല അർത്ഥം. ചെറിയ ഭവനമാണെങ്കിലും ചെറിയ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും ശരി, ആ വീട്ടിൽ ഒരു ബർക്കത്തും അതേപോലെ തന്നെ ഒരു വിശാലതയും ലഭിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവും. മറ്റൊന്ന്, വബാരിക് ലി ഫി റിസ്ഖി, ഉപജീവനത്തിൽ ബർക്കത്ത്. അതൊരു വലിയ കാര്യമാണ്. പണം ഒരുപാടുണ്ടായതുകൊണ്ട് ബർക്കത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല, ശമ്പളം ധാരാളം ഉണ്ടായതുകൊണ്ട് ബർക്കത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണെങ്കിലും, കുറഞ്ഞ ഉപജീവനത്തിലുള്ള വഴിയാണെങ്കിലും ശരി, അള്ളാഹു നൽകുന്ന ഒരു ബർക്കത്തുണ്ട്. അതിന് അനുഗ്രഹം എന്നാ പറയുക. ആ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെ ഒന്നും വേണ്ട. ഒരുപക്ഷെ ചുരുങ്ങിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന, ചുരുങ്ങിയ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷെ അയാളുടെ ജീവിതത്തിൽ എപ്പോഴും ബർക്കത്ത് ഉണ്ടാകും. ആ ബർക്കത്ത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ ബർക്കത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ശാന്തിയോടുകൂടി സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം പാലിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്അലി ഫി ദാരി വബാരിക് ലി ഫി റിസ്ഖി. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ, വീട്ടിലെനിക്ക് നീ വിശാല നൽകണമേ, എൻ്റെ ഉപജീവനത്തിൽ നീ ബർക്കത്ത് നൽകണമേ. ചെറിയ പ്രാർത്ഥനയാണ്, ആശയസമ്പുഷ്ടമായ പ്രാർത്ഥനയാണ്. വിശാലമായ അർത്ഥത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. നാം മനഃപ്പാടമാക്കാൻ മിനിറ്റുകൾ മാത്രം മതി. മനഃപ്പാടമാക്കിയത് കൊണ്ട് മാത്രം കാര്യമല്ല, അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. സർവ്വശക്തനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.